ഒന്നിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഉത്തമഗീതം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഉത്തമഗീതം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. Awake, north wind, and come, south wind, blow on my garden, that its fragrance may spread everywhere. ഈ വചനകൂടാരത്തിലേക്ക് 122-ാം വർഷം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവത്തിന് സ്തുതി. ഈ വർഷത്തെ 11-ാമത് യോഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് സ്തുതി. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും വന്യ അപ്രയം മെത്രാപ്പൊലീത്ത തിരുമേനിയോടും വന്യ പിതാക്കന്മാരോടും ബഹുമാന്യമുള്ള വൈദികരോടും സുവിശേഷകരോടും സത്യാന്വേഷകരായ ഏവരോടും ചേർന്ന് ഈ വചനപീഠത്തിന് ചുറ്റും ഇരിക്കാൻ തുണയ്ക്കുന്ന ദൈവത്തിന് സ്തുതി. പാവനമായും മണ്ണിൽ നിന്ന് പരിശുദ്ധനായവനെ പ്രകീർത്തിക്കുന്നത് എത്ര ഭാഗ്യം. സാധാരണ നാം വായിക്കാത്ത ഒരു പുസ്തകമാണ് ഉത്തമഗീതം. ദൈവം എന്നൊരു നാമം ഈ പുസ്തകത്തിലേ ഇല്ല. ഒരിക്കലും പള്ളിയിൽ വരാത്തവർ വായിച്ച് രസിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. ഞാനതൊരിക്കൽ അനുഭവിച്ചതാണ്. പള്ളിയിൽ വരാത്ത ഒരുവനെ എന്തുകൊണ്ട് പള്ളിയിൽ വരാതിരിക്കുന്നു എന്ന് കാണാനും കേൾക്കാനും ചെന്നപ്പോൾ 2 കുപ്പി അടിച്ച് പൂസായി. ഉത്തമഗീതം 7-ാം അധ്യായം നിർത്താതെ 2-3 ആവർത്തി അദ്ദേഹം എൻ്റെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചു. ഉത്തമഗീതത്തിൽ നിന്ന് ഒരു പ്രസംഗം കേൾക്കുന്നതും ചുരുക്കമാണ്, പ്രസംഗിക്കുന്നവരും വിരളമാണ്. പിന്നെ എന്തിനാണ് ഈ പുസ്തകം? വേദപുസ്തകത്തിൽ നമ്മുടെ ശുശ്രൂഷാക്രമങ്ങളിലും കീർത്തനങ്ങളിലും ഉത്തമഗീതത്തിൻ്റെ സത്ത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തിരുവചനാധിഷ്ഠിതമാണ് നമ്മുടെ വിവാഹ കൂദാശക്രമം. സുറിയാനിയിൽ തക്സോ ദുസുവാഗോ എന്നാണ് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ക്രമത്തിന് കൊടുത്തിരിക്കുന്ന പേര്. തക്സോ ദുസുവാഗോ, ഒരുമിപ്പിക്കൽ, കൂട്ടിച്ചേരൽ, ഒരു നുകം പോലെ എന്നർത്ഥം. ഭാഷ ഉപമാ അലങ്കാരത്തിലാണ് ഈ ആരാധനാക്രമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മണവാളൻ ക്രിസ്തു, ഉത്തമ ഭാര്യ സഭ, ഈ വിവാഹം മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും നമ്മെ ഒരുക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. വിവാഹം ഒരു കൂദാശയാണ്, വിവാഹ ശുശ്രൂഷയും ഒരു കൂദാശയാണ്. ദൈവകൃപയുടെ ബാഹ്യമായ പ്രകടനം, ചിഹ്നം, അടയാളം. ഇപ്പോൾ നടക്കുന്ന നമ്മുടെ കല്യാണങ്ങളൊക്കെ എന്താണ്? ഒച്ചയും ബഹളവും ധൂർത്തും ധാരാളിത്തവും നമ്മുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയെ ഞെരുക്കിക്കളയും. പള്ളിയിലാണെങ്കിൽ പോലും പ്രാർത്ഥനയുടെ അന്തരീക്ഷമില്ല, പ്രാർത്ഥിച്ചു വരുന്നവരും ചുരുക്കം. കല്യാണ മണ്ഡപത്തിൽ പോകുന്ന ലാഘവത്തോടുകൂടി ആളുകൾ കൂടി വരുന്നു. വിളിച്ചു ചൊല്ലാതെ ലൈസൻസ് എടുക്കുന്നൊരു കാലം, അതൊരു ഫാഷനായിരിക്കുന്നൊരു കാലം. പൊട്ടിപ്പൊട്ടിപ്പോകുന്ന വിവാഹ ജീവിതം, യാതൊരു സങ്കടവും അനുതാപവുമില്ലാതെ അടുത്ത വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന തത്രപ്പാട്. 5000 വർഷത്തിന് മുമ്പ് വേദപുസ്തകം ഒരു യൗവനക്കാരനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മകൻ. അമ്മ മരിച്ച് സങ്കടം തീർക്കാൻ വേണ്ടി അപ്പൻ മകന് കല്യാണം ആലോചിക്കുന്നു. കല്യാണം ആലോചിക്കാൻ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നു. തിരിച്ച് വരുമ്പോൾ മണവാളൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇസഹാക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എലയാസറും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, അപ്പനും പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് വിവാഹം, ബന്ധം, അനുസ്യൂതം മുമ്പോട്ട് പോകുന്നത്. നാം നമ്മുടെ യൗവനക്കാരെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ടോ? സഭയും ചിന്തിക്കേണ്ട കാര്യമാണ്. സഭയ്ക്കും കടമയുണ്ട്. ഒരു കൗൺസിലിംഗ് കൂടാതെ വിവാഹം വേണ്ട എന്ന് പറയത്തക്കവണ്ണം വളരാൻ സഭയ്ക്കും കഴിയണം. വിവാഹത്തിൻ്റെ അടിസ്ഥാനം പ്രേമവും സ്നേഹവും ചേർന്നതാണ്. ക്രിസ്തു എപ്രകാരം സഭയെ സ്നേഹിച്ചുവോ അതുപോലെ പുരുഷനും സ്ത്രീയും അന്യോന്യം സ്നേഹിക്കണം. നിർവ്യാജ സ്നേഹം. ശലോമോൻ രാജാവിൻ്റെ കൃതിയാണ് ഉത്തമഗീതം. കാവ്യവർണ്ണനം നിറഞ്ഞ ഈ പ്രേമകാവ്യം കറുത്ത മുത്തായ ശൂലേംകാരത്തിയെയും അവളുടെ പ്രാണപ്രിയനെയും കുറിച്ചുള്ളതാണ്. കൊയ്ത്തുത്സവമേളയിലും വിവാഹ സൽക്കാര വേളയിലുമാണ് യഹൂദന്മാർ ഇത് പാടിക്കൊണ്ടിരുന്നത്.
മണവാളനായ ക്രിസ്തുവും മണവാട്ടിയുമായ സഭയും എപ്രകാരം സ്നേഹത്തിലും പ്രേമത്തിലും ഒന്നായി ചേർക്കപ്പെടണം എന്ന് സഭ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമായി തീർന്നിരിക്കുന്നത്. തലക്കെട്ട് പോലെ തന്നെ ഉത്തമ ഗീതം സഭ സുന്ദരിയും ഉദയസൂര്യനോട് സദൃശ്യയും നെറ്റിയിൽ കുരിശിൻ്റെ മുദ്രയും ചാർത്തപ്പെട്ടവളാണ്. തമ്മിൽ ഒന്നായി ചേരാനുള്ള അദമ്യമായ തീവ്ര സ്നേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമ്മുടെ ആരാധനാക്രമത്തിൽ നല്ലൊരു വാക്കുണ്ട്, ഭിന്നിച്ചു പോകാത്ത സ്നേഹം, ഭിന്നിച്ചു പോകാത്ത ഐക്യം. ശരീരം മനസ്സൊന്നായി ചേരുന്ന അതേ അനുഭവം, അതാണ് ഭക്തി. പ്രാണനാഥ പ്രിയ യേശുവേ, മാത്യു സത്യനേഷ് സിനിമേനി ഈ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രാണനാഥ പ്രിയ യേശുവേ. നവീകരണ കാലഘട്ടത്തിൽ യുസ്തോസ് ജോസഫ്, മോശ വത്സരം, സാധു കൊച്ചുകുഞ്ഞ് തുടങ്ങിയവരുടെ പാട്ടുകളെല്ലാം യേശുവിനെ മണവാളനായും കാന്തയായ സഭയെയും കേന്ദ്രീകരിച്ചായിരുന്നു അവർ പാട്ടുകൾ എഴുതിയിരുന്നത്. നമ്മുടെ ശവമടക്ക ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം മുഖം റൂമാൽ കൊണ്ട് മറയ്ക്കുക. എന്തിനാണത്? മുഖത്ത് മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടിയാണോ? സഭ ഓരോരുത്തരും യാത്ര അയക്കുന്നത് മണവാട്ടിയായിട്ടാണ്. അടുത്ത കാഴ്ച മണവാളനായ ക്രിസ്തുവിനെ കാണുന്നു എന്ന വിശ്വാസത്തിൽ. മനുഷ്യന് മാനുഷിക രീതിയിലും ഭാവത്തിലും മാത്രമേ ദൈവത്തെ മനസ്സിലാക്കാൻ ഒക്കൂ. ദൈവം പരിമിതികൾ ഇല്ലാത്തവനെന്നും നമ്മുടെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന പിതാവാൻ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയത് പുത്രൻ തമ്പുരാനാണ്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 5 മുതൽ വാക്യത്തിൽ അതാണ് പറയുന്നത്. അതാണ് സുവിശേഷം. പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന വലിയവനായ ദൈവം. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. യഹൂദ്യ മലനാട്ടിലെ പാറമടകളിൽ നിന്ന് തട്ടി വീഴുന്ന ഉഷ്ണക്കാറ്റും ലബനോൻ മലനിരകളിലെ മഞ്ഞുപാളികളിൽ തട്ടി വീശുന്ന മന്ദമാരുതനും എൻ്റെ ഉദ്യാനത്തിൽ വീശുക. മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റും ഒഴുകി വരുന്ന ഹെർമോൻ പർവ്വതത്തിലെ ശീതളക്കാറ്റും അവയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഉദ്യാനത്തിലെ പരിമളം വീശുവാൻ അവ സഹായിക്കും. ഒരു ഭക്തൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഭക്തന് കഷ്ടകാലം എന്നൊന്നില്ല, രോഗാവസ്ഥ എന്നൊരു അവസ്ഥയുമില്ല. ഏത് കാലവും ഏതവസ്ഥയും സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന കാലങ്ങളായിരിക്കും. ജീവിതത്തിൻ്റെ വിഭിന്ന അവസ്ഥ മൂലം വിശ്വാസത്തിന് ഭംഗം വന്നുകൂടാ. സൃഷ്ടിതാവിനെ മഹത്വപ്പെടുത്തുക മാത്രമാണ് സൃഷ്ടിയുടെ ഉദ്ദേശം. സ്വന്തം കാര്യ ലാഭത്തിനായി നാം മതവും വിശ്വാസവും കൊണ്ടു നടക്കുന്നു. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു ദൈവത്തെ അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടി പോലെ നമ്മെ ഇതുവരെ നടത്തിയ ദൈവത്തിന് എന്ത് പറ്റി, മോശയ്ക്ക് എന്ത് പറ്റി? ഞങ്ങൾക്കൊരു ദൈവം വേണം. അന്നും ഇന്നും നാം ഇങ്ങനെ തന്നെയാണ്. പരിമിതികളുള്ളവൻ പരിധിയില്ലാത്ത ദൈവത്തെ നിർമ്മിക്കുന്നു. അത് മൗഢ്യമാണ്. അതിനാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിന് ആഴവും പരപ്പും ഉണ്ടോ? പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുന്നത്, നാം കാണുന്നത്. ഒരുവനെ അവൻ്റെ ആക്ഷൻ മൂലമല്ല, അവൻ്റെ റിയാക്ഷൻ മൂലമാണ് തിരിച്ചറിയുന്നത്. ഒരുവനെ അവൻ്റെ ആക്ഷൻ മൂലമല്ല, റിയാക്ഷനിലൂടെയാണ് തിരിച്ചറിയുന്നത്. ദൈവം ഒരു പരാതി പരിഹാര കേന്ദ്രം എന്ന നിലയിൽ നാം പലപ്പോഴും ദൈവത്തെ കാണാറുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാന പരിപാടി അതായിരുന്നു, ജനസമ്പർക്ക പരിപാടി. പരാതികൾ കൊണ്ടു ചെല്ലുക, പരിഹരിച്ച് മടങ്ങിപ്പോരുക. ദൈവഹിതം എന്നിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ എന്താണ് എന്ന് കണ്ടെത്തുന്നതാണ് വിശ്വാസ ജീവിതം. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്താണ് അത് കണ്ടെത്തുക. പുറത്തുപോയി രാത്രി തിരിച്ചു വരുന്ന ഭർത്താവ് കതകിൽ മുട്ടുമ്പോൾ അകത്തുനിന്ന് ചോദിക്കും, ആരാത്? എടി ഞാനാ. ഞാനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കാറില്ല. ആ ഒരു വാക്ക് മതി, ഞാനാണ്. ദൈവത്തോട് മോശ ചോദിച്ചു, നീ ആരാണ്? ദൈവം പറഞ്ഞു, ഞാനാണ്.
അതൊരു ബന്ധത്തിലാണ്, അതൊരു സ്വരത്തിലാണ്, അതൊരു സംസാരത്തിലാണ്, അതൊരു ഭാഷയിലാണ്. സ്നേഹത്തിലും പ്രേമത്തിലും ചാലിച്ച ഒരിടപാട്. അവിടെയാണ് ദൈവത്തെ തിരിച്ചറിയുന്നത്. സർവശക്തനായ ദൈവം പറയുന്നു, ഇത് ഞാനാണ്. നമ്മുടെ ഏതവസ്ഥയിലും ഈ ചോദ്യം നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യുത്തരം കേൾപ്പാൻ തക്കവണ്ണം ഒരു ഭക്തന് കഴിയണം, അത് ഞാനാണ്. ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിലും ദൈവം എന്നോട് കൂടെ ഉണ്ട്, ഞാൻ ദൈവത്തോടു കൂടെ എന്ന ചിന്തയും ആത്മീയമായി തകർന്നു പോകാതെ നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. സൃഷ്ടിയുടെ വൈവിധ്യമാണ് ജീവൻ്റെ തുടിപ്പ് നമുക്ക് വെളിവാക്കി തരുന്നത്. കഷ്ടത, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, ദുഃഖം, തോൽവി, മരണം, ഇതെല്ലാം ചേർന്നതാണ് ജീവിതം. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭരണാധികാരി, ജർമ്മൻകാരൻ, അദ്ദേഹം പറഞ്ഞു, മുടന്തനും കുരുടനും ബുദ്ധി ഉറയ്ക്കാത്തനും നമുക്ക് വേണ്ട, തട്ടിക്കളയുക. ഇതിനാണ് ഫാസിസം എന്ന് പറയുന്നത്. യോബിൻ്റെ കൂട്ടുകാരെ പോലെ നമുക്ക് ദൈവത്തോട് നമുക്കൊന്ന് പ്രതിവാദിക്കാം. ദൈവമേ, മനുഷ്യർ ഞങ്ങളെല്ലാം ഒന്നിച്ചുണ്ടാകുന്നു, ഒന്നിച്ച് മരിക്കുന്നു. സാൽമൺ എന്ന് പറയുന്ന മത്സ്യം ഒന്നിച്ചാണ് ജനിക്കുന്നത്, 5 വർഷം കടലിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഒന്നിച്ച് ചാകുന്നു. മനുഷ്യനും അങ്ങനെ ആയിക്കൂടെ? എന്നാൽ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക ചിന്ത വ്യത്യസ്തമാണ്. സുഖ ദുഃഖ സമ്മിശ്രമായൊരു ജീവിതമാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. പുകഞ്ഞ കൊള്ളി പുറത്ത്, ഈ രാജ്യത്തിൻ്റെ ഭാഷയാണത്, പുകഞ്ഞ കൊള്ളി പുറത്ത്. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകഞ്ഞ കൊള്ളി അവൻ കെടുത്തിക്കളയില്ല. യെശയ്യാപ്രവചനം 42:3. പുകഞ്ഞ കൊള്ളി അവൻ കെടുത്തിക്കളയില്ല, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല. ഉപയോഗത്തിൽ ശോഷണം വന്ന ഒരു പദമാണ് ദൈവകൃപ. എവിടെയും അവസരത്തിലും അനവസരത്തിലും നാം ഉപയോഗിച്ച് തേഞ്ഞുപോയ ഒരു ശക്തി, നശിച്ച ഒരു വാക്കുപോലെയാണ് ഇന്ന് ദൈവകൃപ. വാക്കുപോലെ ഒരു കറുക്കത്തി പോലെ ഉപയോഗമില്ലാതെ നിൽക്കുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാം. ഭൗതിക സുഖം വർദ്ധിച്ചൊരു കാലം. നമ്മുടെ മാർക്കറ്റുകളൊക്കെ നോക്കിക്കേ, എല്ലാം സുഭിക്ഷമാണ്. പച്ചക്കറി കടകളിൽ നോക്കിക്കേ, എന്തെല്ലാം പഴക്കടകളിൽ പോയിക്കേ, നമ്മൾ കണ്ടിട്ടില്ലാത്ത പഴങ്ങൾ, ആഞ്ഞിലിച്ചക്ക ഒഴിച്ച് ബാക്കി എല്ലാം ഇന്ന് നമുക്ക് കിട്ടും. ജീവിതം സുഖിക്കാനുള്ളതാണെന്നും സുഖം ജീവിതമാണ് ദൈവത്തിൻ്റെ ദാനമെന്നും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സഭകൾ വർദ്ധിച്ചു വരുന്നു. ജീവിതമൊക്കെ എങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല, ദൈവകൃപയാൽ. പിള്ളേരൊക്കെ ദൈവകൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു. മൂത്തവൻ കുവൈറ്റിലാണ്, രണ്ടാമത്തൻ ദുബായിലാണ്, മൂന്നാമത്തേന് അബുദാബിക്ക് ഒരു വിസ അടിച്ചു വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. താമസിക്കാൻ വീട്, ഒരു കൊച്ചു 2 നിലയിൽ ഒരു കൊച്ചു കൂന. ആരോഗ്യം, അല്പം മധുരം, സ്വല്പം പ്രഷർ, കുഴപ്പമില്ല, ദൈവകൃപയാൽ ജീവിച്ചു. ന്യൂ ജനറേഷൻ സഭയുടെ കാലമാണിത്. കൂണുപോലെയാണിത് മുളച്ചു വരുന്നത്, പൊട്ടി പോകുന്നതാണ്. ദൈവവിശ്വാസം ധനവും ഉയർച്ചയും മാത്രം കൊണ്ടുതരും എന്ന് പഠിപ്പിക്കുന്ന മൗഢ്യമായ വിശ്വാസത്തിലേക്ക് ചാഞ്ഞു പോകരുതേ വാത്സല്യമുള്ളവരെ. ഇതിന് പ്രോസ്പെരിറ്റി തിയോളജി എന്നൊരു ശാഖയും ഉണ്ടായിരിക്കുന്നു. പ്രോസ്പെരിറ്റി തിയോളജി പത്രോസിൻ്റെ കാലത്തും പത്രോസും അങ്ങനെയായിരുന്നു. കുരിശ് എന്ന് പറയുന്ന പദം തന്നെ പത്രോസിന് അരോചകമായിരുന്നു. അരുത് കർത്താവേ, അരുത് കർത്താവേ, വേണ്ട, ഇതൊഴിച്ച് ബാക്കി എന്തെല്ലാം ചെയ്യാനുണ്ട്. പത്രോസിന് മനസ്സിലാകാത്ത ഭാഷയായിരുന്നു കുരിശ്. മലയാളത്തിൽ പോലും നമുക്ക് വാക്കുകൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു. കേശവൻ ചെത്ത് നിർത്തി പഠിക്കാൻ തുടങ്ങി. കേശവൻ ചെത്ത് നിർത്തി പഠിക്കാൻ പോയി. 60-ന് മുകളിലുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ വ്യാഖ്യാനിച്ചിട്ട് പറയും, അതവൻ്റെ കുലത്തൊഴിലായിരുന്നു, അപ്പോൾ അതൊക്കെ നിർത്തി, വിദ്യാഭ്യാസമുള്ള കാലമല്ലേ, പഠിക്കാൻ പോകുന്നു. എന്നാൽ നമ്മുടെ ലോ കോളേജ് വിദ്യാർത്ഥികളോട് ചോദിച്ച് അവർ പറയും, സമരം മാറി,
ബൈക്കിൽ ചെത്തി നടക്കുന്നത് നിർത്തലാക്കി. ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ചെത്ത് നിർത്തി പഠിക്കാൻ തുടങ്ങി. ഒരേ ഭാഷ, ഒരേ വാക്കാണ്, മനസ്സിലാക്കുന്ന വ്യത്യസ്തം. പത്രോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുന്നു, 3-ാം നാളിൽ ഞാൻ ഉയർക്കും. മനസ്സിലായില്ല, ആ ലാംഗ്വേജ് മനസ്സിലായില്ല. അരുത് കർത്താവേ. എന്നാൽ പത്രോസിന് പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നത് 1 പത്രോസ് 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ച് തുള്ളുവിൻ. ഹോ, എന്തൊരു മാറ്റമാണ്! ആ 13 മുതൽ അധ്യായം വാക്യത്തിൽ അവസാനം വരെ സന്തോഷിച്ച് തുള്ളുവിൻ എന്നാണ് പറയുന്നത്. കഷ്ടം, അക്സെപ്റ്റ് ഇറ്റ്, റിസീവ് ഇറ്റ്. ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ സന്തോഷിക്കാൻ പറഞ്ഞു. കുരിശിന് പുതിയ വ്യാഖ്യാനം. കൃപയുടെ വന്ദനസ്വരം കേട്ട് പരിഭ്രാന്തിയായ ഒരു പെൺകുട്ടിയുണ്ട്. നമുക്ക് അവളോട് ചോദിക്കാം, എന്താണ് കൃപയുടെ ആഴം, കൃപയുടെ വളർച്ച എന്താണ്? ടോക്ക് ടു സെന്റ് മേരി. ആട്ടിടയന്മാരുടെ സന്ദർശനമാണോ? ദൂതന്മാരുടെ പാട്ടാണോ? വിദ്വാൻമാരുടെ സാഷ്ടാംഗ പ്രണാമമാണോ? മകൻ്റെ കൂടെ ദേവാലയത്തിലെ പണ്ഡിത സദസ്സിനോടൊപ്പം ഇരുന്നതാണോ? കാനാവിലെ കല്യാണ വിരുന്നിന് പോയതാണോ? അവിടെ നടന്ന അത്ഭുതമാണോ ദൈവകൃപ? എന്തായിരുന്നു, ഏതായിരുന്നു ദൈവകൃപയുടെ പര്യായങ്ങൾ? വിശുദ്ധ കന്യകമറിയാം പറയും, അവരെ വിമൻ ഓഫ് 7 സോറോസ് എന്നാണ് ലോകം വിളിക്കുന്നത്. 1668 മുതൽ കന്യകമറിയാമിന് കിട്ടിയ ഒരു പുതിയ പേരാണ് വുമൺ ഓഫ് 7 സോറോസ്, ദുഃഖപുത്രി. 1, ശിമ്യോന്റെ പ്രവചനം. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ആദ്യജാതനുമായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന മായൽത്തോ പെരുന്നാളിൽ ദേവാലയ പ്രവേശനത്തിൽ ആ കുടുംബം ചെന്ന് സന്തോഷകരമായൊരു കാഴ്ച. മോശ പറഞ്ഞിട്ടുണ്ട്, വീട് ചെറുതാണെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ ആടിനെ കൊല്ലണ്ട, പ്രാവ് മതി. ലേവ്യ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 2 ഇണ പ്രാവും കുഞ്ഞുങ്ങളുമായിട്ട് ഈ അമ്മ ചെന്ന് യാഗം കഴിച്ച് വരുമ്പോൾ ഇതാ പ്രായം ചെന്ന വന്യമയോധികനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ വന്യനായ ശിമ്യോൻ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ മരിക്കട്ടെ ദൈവമേ, ഈ തിരുമുഖം കണ്ടേ മരിക്കുള്ളെന്ന് എന്നോട് പറഞ്ഞല്ലോ, ഇനി ഞാൻ മരിക്കട്ടെ. ഇതൊന്നാം ഭാഗം. 2-ാം ഭാഗത്തിൽ ഈ അമ്മയോട് പറയുന്നു, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിലൂടെ ഒരു വാള്, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിലൂടെ ഒരു വാള്. ഒരു വാൾ അന്നേരം വന്നിരുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു. 33 വർഷം ഏതാണ് ഈ വാളെന്ന് അന്വേഷിച്ചതാണ് ഏറ്റവും വലിയ വാള്. നമ്മളോടൊരു ആളുകൾ പറയാം, നിന്നെക്കുറിച്ചൊരു കാര്യം കേട്ടിട്ടുണ്ട്, പറയാം. പിന്നെ അത് എന്താണെന്ന് അറിയുന്നത് വരെ ജിജ്ഞാസയാണ്. എന്താണ് എന്നെക്കുറിച്ച് പ്രശ്നം? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും. 2, മിസ്രൈമിലേക്കുള്ള പലായനം. രാമിലെ പിള്ളേർ കരയുന്നു. 2 വയസ്സുകാർ കൊല്ലപ്പെട്ട വീടുകൾ ഒന്നിച്ച് കരയുന്നു. ഒരു ദേശം മുഴുവൻ കരയുന്നു. അതിൻ്റെ മധ്യത്തിലാണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുള്ള ഓട്ടം. സ്തേഫാനോസാണ് 1-ാമത്തെ രക്തസാക്ഷി എന്ന് നാം പറയാറുണ്ട്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി 1-ാമത്തെ രക്തസാക്ഷി ഈ റാമയിലെ കുഞ്ഞുങ്ങളാണ്. ഇന്നസെന്റ് ചിൽഡ്രൻ, നിർമ്മല ശിശുക്കളുടെ നാൾ. അത് സഭാ കലണ്ടറിലുണ്ട്, നാം നോക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ട നിർമ്മല ശിശുക്കൾ. ഇതിൻ്റെ നടുവിലുള്ള പലായനം അതിനേക്കാൾ ഇരട്ടി ദുഃഖമാണ്. 3, ബാലനായ യേശുവിൻ്റെ തിരോധാനം. വലിയ സന്തോഷത്തിൽ പള്ളിയിൽ പോയതാണ്. തിരിച്ചു പോരുമ്പോൾ 121-ാം സങ്കീർത്തനം മുതൽ ഉള്ള സങ്കീർത്തനങ്ങൾ പാടി ഒരു ഘോഷയാത്രയായിട്ടാണ് പോരുന്നത്. ആഘോഷമായിട്ട്, സന്തോഷമായിട്ട്, ആരാധന കഴിഞ്ഞുള്ള സന്തോഷം. കൊച്ചിനെ കാണുന്നില്ലല്ലോ, അന്യോന്യം അവർ ചോദിച്ചു കാണും, കുഞ്ഞിനെ കാണുന്നില്ലല്ലോ.
കുറച്ച് നാൾക്ക് മുമ്പ് ആരാം കൺവെൻഷൻ വരുമ്പോൾ കൺവെൻഷൻ്റെ യോഗം കഴിഞ്ഞിട്ട് സാധാരണ ഒരു പരസ്യം വരും. ഇലന്തൂരിൽ നിന്ന് വന്ന ഇന്നാരുടെ കുട്ടിയെ കാണുന്നില്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിനടുത്ത് കൊണ്ടുവരണം. കുട്ടിയെ കാണാത്തുള്ള ആങ്സൈറ്റിയുടെ തീവ്രത പരിശുദ്ധ കന്യാമറിയാമിൻ്റെ സംസാരത്തിലുണ്ട്. ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനെ ദേവാലയത്തിൽ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ മകനെ, നിൻ്റെ അപ്പനും ഞാനും. അതിൻ്റെ തീവ്രത മുഴുവനുണ്ട് അതിനകത്ത്. എൻ്റെ മകനെ, നിൻ്റെ അപ്പനും ഞാനും. എത്ര തെരഞ്ഞു, ഒരു ദിവസമേ നിന്നെ കാണാതെ പോയുള്ളൂ, 3 ദിവസം അന്വേഷിച്ചു. ഈ 3 ദിവസവും നീ ഈ പഠിതാക്കളുടെ കൂടെ, പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് പറഞ്ഞു. യേശു പറഞ്ഞത് ഫിലോസഫിയാണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഇരിക്കേണ്ടതല്ലയോ? 12 വയസ്സുകാരനെ ഫിലോസഫി സംസാരിക്കുന്നു. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഒന്നും കളയാതെ ഈ ഹൃദയത്തിൽ ഈ അമ്മ സംഗ്രഹിച്ചു വെച്ചു. ഇവൻ പറഞ്ഞത് എന്താണ്? ഞാനും നിൻ്റെ അപ്പനും വ്യസനിച്ച് നിന്നെ എവിടെല്ലാം തിരഞ്ഞു. ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അവിടെ കാണേണ്ടതായ ഒരു കാഴ്ചയുണ്ട്. ഹോളോകോസ്റ്റ് മ്യൂസിയം എന്ന് പറഞ്ഞ യെരുസലേമിൽ ഒരു മ്യൂസിയമുണ്ട്. ഉഗാണ്ടയിൽ ഹിറ്റ്ലർ കൊന്ന 5 ലക്ഷം കുട്ടികളുടെ പേരെഴുതി വെച്ചിട്ട്. നമ്മൾ ആ ഹോളോകോസ്റ്റ് മ്യൂസിയത്തിനകത്തോട് കയറുമ്പോൾ ബെഞ്ചമിൻ 3 വയസ്സ്, ഓരോ കുട്ടീൻ്റെയും കരച്ചിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കയറി ഇറങ്ങി ഒരു 2 മണിക്കൂർ കൊണ്ട് അത് തീരുമ്പോൾ എന്താ സംഭവിച്ചെന്ന് ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ വാളെടുക്കാൻ ഇസ്രായേലിലെ ഒരു കുട്ടിയെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. 4-മത്തേത് കാൽവറി യാത്ര. പാഷൻ എന്ന സിനിമ കാണുമ്പോൾ അതിനകത്ത് ഇന്ന് ക്രൈസ്റ്റ് അനുഭവിച്ച വേദന കുറേയൊക്കെ പറയാനും പ്രതിഫലിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ക്രൂശിക്കപ്പെടുന്നവൻ തന്നെ കുരിശെടുത്ത് നടക്കണം. ഈ വ്യഥ ഒരു ഹ്യൂമൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ അനുഭവിക്കുന്നുള്ള ഭയങ്കര വ്യഥ. 5-മത് ക്രൂശീകരണം. മക്കളുടെ മരണം മാതാപിതാക്കൾ നേരിൽ കാണുന്നതിനോളം വലിയ ദാരുണമായൊരു അനുഭവം ഇല്ല. അനുഭവിച്ചവർക്കറിയാം. സ്വന്തം മക്കളുടെ മരണം. അടുത്ത സമയത്ത് ഞാൻ ആനപ്പറമ്പാലിൽ ഞാനൊരു ശവമടക്കാൻ പോയി. ഞാനൊരു 100 ശവമടക്കാനേലും പോകാറുണ്ട് ഒരു വർഷം. ചില ആളുകൾ വളരെ സൂത്രത്തിൽ എൻ്റെ അടുത്ത് പറയും, അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാണ്, ബർന്നബാസ് തിരുമേനിയെ തന്നെ വിളിക്കണം. ആനപ്പറമ്പാലിലെ പിതാവ് പറഞ്ഞു, 19 വയസ്സുകാരൻ തൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള കയത്തിൽ വീണ് മരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, എന്നിട്ട് എൻ്റെ സങ്കടം, ഒരുത്തൻ്റെ കണ്ണിൽ കണ്ണുനീര് ഞാൻ കാണാറില്ല. എന്തുകൊണ്ടാണ് മരണത്താൽ പ്രിയപ്പെട്ടവർക്ക് കണ്ണിൽ കണ്ണുനീരില്ലാത്ത? ഒരു ഫീലിംഗ്ലെസ് കമ്മ്യൂണിറ്റിയാണോ നമ്മുടേത്? അങ്ങനെ ആയിപ്പോയോ? കരയാൻ കണ്ണുനീരില്ലേ? കണ്ണുനീര് പറ്റിപ്പോയോ? സ്നേഹത്തിൻ്റെ അഭാവം. ഈ അപ്പൻ പറയുന്നു, എൻ്റെ മകനെ, നീ എന്നെ യാത്ര അയക്കേണ്ടതല്ലേ, ഞാൻ നിന്നെ യാത്ര അയക്കുകയാണല്ലോ. മക്കളുടെ മരണം കാണുന്നത്. മറ്റൊന്ന് ക്രൂശിൽ നിന്നുള്ള ഇറക്കം. പിയാത്തോ എന്നൊരു വലിയ വാസ്തുശില്പം ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ പ്രചരിക്കാറുണ്ട്. അത് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒന്നേയല്ല, മറിയയുടെ പ്രലാപം കാണിക്കാൻ വേണ്ടിയാണ്. ക്രൂശിൽ നിന്നുള്ള ഇറക്കം, ഖബറടക്കം. ശിമിയോൻ പറഞ്ഞ വാളിൻ്റെ മൂർച്ച പരിശുദ്ധ കന്യകമറിയാം അനുഭവിച്ചത് അവിടെയാണ്. കാറ്റുഗ്രമടിക്കിലും ഇരുൾ കാലത്തിലും സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. വടതിക്കാറ്റിൻ്റെ അനുഭവം. ഈ ഉഷ്ണക്കാറ്റ് ജീവിതത്തിൽ അടിക്കുമ്പോൾ വീണുപോകാവുന്ന അവസ്ഥ. മറിയം പ്രലപിച്ചതായ വേദപുസ്തകത്തിൽ ഒരിടത്തും പറയുന്നില്ല. മേരി സ്റ്റുഡ് അണ്ടർ ദ ക്രോസ്.
എല്ലാവരും ഓടിപ്പോയപ്പോഴും ഈ അമ്മ മാത്രമാണ് അടുത്ത് നിൽക്കുക. They sang a song. അതെൻ്റെ ഒരു വേർഷനാണ്. 22-ാം സങ്കീർത്തനത്തിന് ദൈർഘ്യമുള്ളതാണ്. വിശ്വാസ പ്രമാണം തന്നെ ചൊല്ലുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് നിന്നു പോകാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശിൽ കയറാൻ യേശുവിനെ സഹായിച്ചതിൽ പ്രധാന ആളാണ് കന്യകമറിയാം. Mary stood under the cross.